ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് അധികം ദൂരമൊന്നുമില്ല. ഓൾമോസ്റ്റ് ഒരു 2 hours ട്രാവൽ ചെയ്ത് എത്താവുന്ന ഒരു മനോഹരമായ ഒരു വിസിറ്റിംഗ് സ്പോട്ടിലേക്കാണ് സെവൻ സിസ്റ്റേഴ്സ്. ഇതിൻ്റെ ഹിസ്റ്ററിയും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞു തരാം. ഈ പോകുന്ന വഴിയും വളരെ മനോഹരമാണ്. നമുക്ക് ഭയങ്കര ഫ്രണ്ട്സുമായിട്ടൊക്കെ എൻ്റർടൈൻ ചെയ്ത് പോകാവുന്ന ഒരു വൺ ഡേ ട്രിപ്പ് പോലെ ചെറിയൊരു, വേണമെങ്കിൽ ഒരു സ്റ്റേക്കേഷനൊക്കെ ആകാം കേട്ടോ. ഭയങ്കര മനോഹരമായ ഒരു പ്ലേസ് എന്ന് തന്നെ വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. ഇത് രൂപീകരണപ്പെട്ടത്, ഇതൊരു വൈറ്റ് ചോക്ക്, അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അവിടെ ചെല്ലുമ്പോൾ പോകുന്ന വഴിയും വളരെ മനോഹരമാണ്. ഒരുപാട് മലനിരകൾ, ഒരുപാട് ചെമ്മരിയാടുകൾ, അങ്ങനെ വളരെ നല്ലൊരു സ്ഥലമാണ്. ഒന്ന് നോക്കൂ, അവിടെ എല്ലാം ചെമ്മരിയാടുകൾ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞായിട്ട് നിൽക്കുന്നത്. ആക്ച്വലി അത് ഈ വീഡിയോയിൽ അത്ര കാണില്ലെങ്കിലും ഒരുപാട് ചെമ്മരിയാടുകൾ അവിടെയുണ്ട്. ആ സ്ഥലത്തെല്ലാം ചെമ്മരിയാടുകളുടെ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ ഇവിടുത്തെ കല്ലെന്ന് പറയുന്ന ഒരു വൈറ്റ് കളറാണ്. അത് ഈ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ക്രിട്ടേഷ്യസ് കാലഘട്ടത്തിൽ സമുദ്രത്തിനടിയിലുണ്ടായ ഒരു മൈക്രോസ്കോപ്പിക് പ്ലാറ്റലുകളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഈ ചോക്ക് പോലുള്ള ഈ ഒരു മലനിരകൾ രൂപപ്പെട്ടത്. ഇവിടുത്തെ മല കാണുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാവും, ചെറിയ വൈറ്റിഷ് കളറാണ്. ഇതിൻ്റെ പേരിൻ്റെ പിന്നിലെ ഒരു രഹസ്യം എന്ന് പറഞ്ഞാൽ ഇതിനെ സെവൻ സിസ്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അത് 7 കുന്നുകൾ ചേർന്നുണ്ടായ ഒരു പ്രദേശം എന്ന് മാത്രമാണ് ഇതിനെ ഉദാഹരണപ്പെടുത്തുന്നത്. നമുക്ക് യഥാക്രമം പറയുകയാണെങ്കിൽ ഹെവൻ ബ്രോ, ഷോർട്ട് ബ്രോ, റോക്ക് ബ്രോ, ബ്രാസ് പോയിൻറ്റ്, ഫ്ലാസ്റ്റാഫ് ബ്രോ, ഫ്ലാറ്റ് ഹിൽ, ബാസ്റ്റ് ബ്രോ എന്നിങ്ങനെ പല പേരുകളിലാണ് ഈ 7 മലനിരകളുടെ ഇട്ടിരിക്കുന്നത്. ഇത് കണ്ട് ഒരു ചെറിയ ലൈബ്രറി, അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ കഫേ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് ചായയോ എന്തെങ്കിലും സ്നാക്സ് പോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിക്കാം. അതിന് ഇരുന്ന് കഴിക്കാവുന്ന ഒരു സ്ഥലവുമുണ്ട്. ചെറിയ പാക്കറ്റ്സ് ഫുഡൊക്കെ കിട്ടും. അതുകൊണ്ട് തന്നെ വിസിറ്റേഴ്സിന് വായിക്കാൻ ഒരുപാട് ബുക്കുകൾ അവിടെ ഉണ്ട്. ഈ ക്ലിഫിനെ പറ്റി ഒരുപാട് ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഹിസ്റ്ററി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് കയറി വായിച്ച് മനസ്സിലാക്കി അതിലെല്ലാം നടക്കാവുന്നതാണ്. ഇതിന് ആക്ച്വലി 2ാം ലോകമഹായുദ്ധ സമയത്ത് തീരദേശത്ത് നിരീക്ഷണത്തിലായ ഈ കുന്നുകൾ ഒരു പ്രൊട്ടക്ഷൻ കവറായിട്ടൊക്കെ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ തീരപ്രദേശങ്ങളിൽ ഒന്നാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് ആ ഒരു കടലും അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണാൻ കഴിയുന്നത്. ഈ കുഞ്ഞു ഉരുളൻ കല്ലുകളും മറ്റും ഇതിനെ ഭംഗി കൂട്ടാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇവിടുന്ന് കാണുമ്പോൾ നമുക്ക് ആ ഒരു കുന്ന്, മല, ഒരു വൈറ്റ് അപ്പിയറൻസ് എല്ലാം കാണാം. ആക്ച്വലി ഞങ്ങൾക്ക് കടലിലോട്ട് ഇറങ്ങാൻ ആക്സസിബിൾ ആയിരുന്നു പണ്ട്. പക്ഷെ ഇപ്പോൾ എന്തോ കാര്യങ്ങൾ കാരണം ഇത് അടച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് താഴോട്ട് ഇറങ്ങാനൊന്നും കഴിയില്ല. നമുക്ക് മുകളിലോട്ട് കയറി ഇങ്ങനെ ഈ വ്യൂ എല്ലാം ആസ്വദിക്കാം. നല്ല കാറ്റാണ്, നല്ല കാറ്റ്. കാരണം ഇത്രയും ഒരു സീ ലെവലിൽ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഒരുപാട് വിദേശികളും സ്വദേശികളും എല്ലാം ഇവിടെ വന്ന് സ്റ്റേക്കേഷനൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഭൂമിശാസ്ത്രം പറയുകയാണെങ്കിൽ നിരന്തരമായ കടൽക്ഷോഭവും മണ്ണൊലിപ്പും ഇതെല്ലാം കാരണം ഈ മലനിരകൾ ആക്ച്വലി ഇത് പൊടിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരമായിട്ട് ഇതിന് മാറ്റം സംഭവിക്കുന്നത്. ഇവിടെ ഒരു ഗൈഡ് പറഞ്ഞു തന്നത് ഈ മലനിരകൾ കുറഞ്ഞുകൂടി മുന്നോട്ട് നിൽക്കുന്നതായിരുന്നു. ഇതിങ്ങനെ ഇടിഞ്ഞ് ഓരോ കാരണങ്ങൾ കാരണം വർഷങ്ങൾ കൊണ്ട് ഇതിൻ്റെ നീളം കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഈ സ്ഥലത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നതാണ് ഏറ്റവും കംഫർട്ടബിൾ. അല്ലെങ്കിൽ തന്നെ ബ്രൈറ്റണിൽ നിന്ന് ബസ്സിലോ ട്രെയിനിലോ ഈ സ്ഥലത്തേക്ക് കടന്നു വരാവുന്നതാണ്. ഹൈക്കിങ്ങിനും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ അനുയോജ്യമായ ഒരു സ്ഥലമാണ് സെവൻ സിസ്റ്റേഴ്സ്. അല്ലെങ്കിൽ തന്നെ സന്ദർശകർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു ഏരിയ ആയിട്ട് എനിക്ക് തോന്നി പേഴ്സണലി.
1926 ഒരു സ്വകാര്യ കമ്പനിക്കാർ ഈ മലയുടെ മുകളിൽ ഒരു നഗരം തന്നെ നിർമ്മിക്കാൻ പദ്ധതിയിട്ടതാണ്. പക്ഷെ ഇതിനെ എതിർക്കുകയായിരുന്നു. അങ്ങനെ അവർ അത് പൊതുജനങ്ങളുടെ പണം സംഘടിപ്പിച്ച് ഈ സ്ഥലം വാങ്ങിക്കുകയും ഇപ്പോൾ അവരതാണ് സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയ ലൈറ്റ് ഹൗസ് ഒക്കെ ഉണ്ട് മുകളിലോട്ട് ചെല്ലുമ്പോൾ. അവിടെയും ചെറിയൊരു കാഫേ പോലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.